ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്യാൻ പോവാണ്. റെഗുലർ ക്ലാസ് ആയിട്ട് തന്നെ പോവാണ്. ഓരോ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ള എക്സ്പ്ലനേഷൻ ഇത്രയും മതിയല്ലോ. കൂടുതലായിട്ട് വാരി വലിച്ച് പറയേണ്ട. പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ നമുക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് അതായത് അതിനുള്ള ചുമ്മാ ഒരു അർത്ഥം പറയുവാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് പോവുക, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് നമ്മൾ സീക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്സിൽ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 4 സ്ക്വയർ എടുത്തെന്ന് വിചാരിച്ചു. നിങ്ങൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കരുത്. ഇത് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ ഇതിന്റെ സൈഡ് എടുത്താൽ നമുക്കറിയാം 1, 2, 3, 4 അങ്ങനെ പോകും. ഇനി ഇതിന്റെ പെരിമീറ്റർ എടുത്താലോ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇതൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക കേട്ടോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡാണ് അല്ലേ? അപ്പൊ ഇതിന്റെ സൈഡുകൾ എത്ര കിട്ടും? 4, 8. ഇത് നിങ്ങൾ വേണേൽ ചെയ്ത് നോക്കുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 12, 16 ഇങ്ങനെ പോകും. ഇനി ഇതിന്റെ ഏരിയ എടുത്താൽ, ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ 4, 9, 16 ഇങ്ങനെ പോകും. ഇനി ഇതിന്റെ ഡയഗണൽ എടുത്താലോ? ഡയഗണൽ നമ്മൾ പൈതഗോറസ് തിയറം ഒക്കെ വെച്ചതാണ്. ഡയഗണൽ പൈതഗോറസ് തിയറം ഒക്കെ വെച്ച് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ വരുമെന്ന് വെച്ചാൽ √2, 2√2, 3√2 ഇങ്ങനെ വരും. ഇതൊരു പ്രത്യേക രീതിയിലാണ് പോയി. ഇത് 1, 2, 3, 4 നമുക്കറിയാം. അതൊരു സീക്വൻസാ. 1 വിധം കൂടി 4, 8, 2, 12, 16. ഇത് 4ന്റെ മൾട്ടിപ്പിൾസാ. ഒരു 4, 4, 3, 4 അങ്ങനല്ലേ? ഇത് 1, 4, 9, 16. ഇത് പവേഴ്സാ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. കണ്ടോ? ഇതും അതുപോലെ തന്നെ ഒരു പ്രത്യേക സീക്വൻസിലാണ് പോയിരിക്കുന്നത്. ഇപ്പൊ നമ്മളുണ്ടല്ലോ ഇതിന്റെ സൈഡ് 1, 1.5, 2, 2.5 അങ്ങനെ എടുത്താൽ പോലും, അങ്ങനെ എടുത്താലും ഇവരെല്ലാം ഒരു പ്രത്യേക സീക്വൻസിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അതിപ്പം സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ 1.5, 2, 2.5 എന്ന് പോയി കഴിഞ്ഞാൽ പെരിമീറ്ററുകൾ എത്ര കിട്ടുന്ന അറിയാം? 4, 6, 8, 10 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതുക. ഫോർമുല അത് തന്നെ കേട്ടോ. 4, 6, 8, 10 അങ്ങനെ പോകും. ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 1, 2 and 1/4. പിന്നെ എത്രയാണ്? 4, 6 and 1/4 അങ്ങനെ പോകും. ഡയഗണലും അതേപോലെ സീക്വൻസിലാണ് പോകുന്നത്. √2, 3/2 √2, പിന്നെ വരുന്നത് 2√2, പിന്നെ 5/2 √2. ഇതൊന്നും കുത്തിയിരുന്ന് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നമ്മൾ ചെയ്യാൻ ഒത്തിരി സമയം പോകും. ഇതൊരു പ്രത്യേക സീക്വൻസിലാണ് പോകുന്നത്. മാറുന്നത് കണ്ടോ? ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ് പോകുന്നത്. ഇത് കണ്ടോ? ഇതൊരു സീക്വൻസിലല്ലേ പോകുന്നത്. ഇപ്പൊ എല്ലാം അങ്ങനെ സീക്വൻസിൽ തന്നെയായിരിക്കും പോകുന്നത്. അപ്പം എന്താണ് ഈ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ? പ്രത്യേക രീതിയിൽ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ സംഖ്യ ഇങ്ങനെ, രണ്ടാമത്തെ സംഖ്യ തോന്നുന്ന പോലല്ല പോകുന്നത്. അവർക്കൊരു പ്രത്യേക ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു താളമുണ്ട്. അതിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പലയിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു സ്ക്വയർ എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റുകൾ വെച്ചിട്ട് അടുത്ത സ്ക്വയർ ഉണ്ടാക്കിയാൽ ഈ അകത്തേക്ക് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് വെളിയിലുള്ള സ്ക്വയറിന്റെ ഡയഗണലിന്റെ ഹാഫിന്റെ സ്ക്വയർ ആയിരിക്കും. അതങ്ങനെ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്താ പോകുന്നത് കേട്ടോ. ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഡയഗണൽ √2 ആയിരിക്കും. അപ്പൊ ഈ അകത്തുള്ള ഈ ചെറിയ സ്ക്വയർ ഇല്ല, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് √2/2ന്റെ സ്ക്വയർ, അതായത് 2/4 = 1/4 ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കണ്ട, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വരുന്നത് 1/8 അങ്ങനെ പോകും. അപ്പൊ അതൊരു പ്രത്യേക നീളത്തില് 1/4, 1/8 അങ്ങനെയാ പോകുന്നത്. അപ്പൊ അതൊരു പ്രത്യേക രീതിയിലായിരിക്കും അത് പോകുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മാത്രമല്ല, ഫിസിക്സിലും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അത് മേളിൽ നിന്ന് വീഴുന്ന ഒരു വസ്തു താഴോട്ട് വീഴുന്തോറും അവരുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ സ്പീഡിന്റെ ഫോർമുലയാണ് v = 9.8 t എന്നുള്ളതും. അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെ, ടൈം മാറുന്നതനുസരിച്ച് സ്പീഡ് കൂടത്തില്ല. അതുപോലെ തന്നെ ടൈം മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസും, അതായത് മേളിൽ നിന്ന് വീഴുമ്പോൾ താഴോട്ട് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ സ്പീഡ് = 4.9 t². ഇതൊക്കെ ഇവിടെ നമ്മൾ ടിയുടെ വാല്യൂസ് മാറ്റി കൊടുത്താൽ, ഇപ്പൊ ടൈം t സെക്കൻഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത്. അത് ഞാൻ വേണമെന്ന് എഴുതി കാണിക്കാം. ഇപ്പൊ ടൈം 1, 2, 3, 4 എന്ന് പോവുകയാണെങ്കിൽ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ
9.8 t എന്നാ പറഞ്ഞത്. അപ്പൊ 9.8 1 കൊണ്ട് ഗുണിക്കുക, 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 9.8, പിന്നെ 2 കൊണ്ട് ഗുണിക്കുക, അപ്പൊ കിട്ടുന്ന ആൻസർ 19.6, അടുത്തത് 29.4, അങ്ങനെ 3 കൊണ്ട് ഗുണിക്കുക. ഒരു സീക്വൻസിലാണ് അത് പോകുന്നത്. അതേപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.9 t² ആണ്. അതായത് ടിയുടെ സ്ഥാനത്ത് 1 ഇടുക, 2 ഇടുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആദ്യം 4.9, അതുപോലെ 19.6, 44. അതങ്ങനെ അതുമല്ല ഒരു പ്രത്യേക സീക്വൻസിലാണ് പോകുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനല്ല, ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഫിസിക്സ് പഠിച്ചോണം, വിടരുത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇത് എഴുതുന്നു ചോദിച്ചു 1, 11, 21, 31, 41. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? നിങ്ങൾ ഉടനെ പറയും, വൺസിന്റെ പ്ലേസിൽ 1 മാത്രം വരുന്ന സംഖ്യ. അങ്ങനെ വേണം നമുക്ക് ഇതിനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം, അതായത് ബാലൻസ് 1 വരുന്നതെന്ന്. ഓക്കെ, 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, ബാലൻസ് 1. 21നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, ബാലൻസ് 1. അങ്ങനെ ചെയ്താൽ കണ്ടോ, ബാലൻസ് 1 വരും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ്. അപ്പൊ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബാലൻസ് 1 തന്നെയാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഈ സംഖ്യ പറയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, 21/37 നമ്മൾ ഈ സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 27നെ 37 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. കിട്ടുന്ന സംഖ്യകള്, അതായത് ഹരണഫലം വരുമല്ലോ, നമുക്ക് റിസൾട്ട് വരുമല്ലോ. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് 567 എന്നുള്ള ഒരു പ്രത്യേക ഒരു ഇതിലായിരിക്കും ആ സംഖ്യകൾ പോകുന്നത്. അത് ചെയ്ത് നോക്കൊന്നും വേണ്ട, ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പൈയുടെ വാല്യൂ 3.14 ആണ് പൈയുടെ വാല്യൂ. അതിന്റെ ബാക്കി വാല്യൂസുകൾ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ നമ്പർ സീക്വൻസിലായിരിക്കും അവര് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെൻസിറ്റി, അയണിന്റെ ഡെൻസിറ്റി അത് 7.8 gram ആണ്. അത് അതിന്റെ നമ്മൾ അത് എടുക്കുന്നതിന്റെ അളവ് വ്യത്യാസം. നമ്മളൊരു അതായത് ഒരു 1 centimeter ഘനമുള്ള ഒരു ഇരുമ്പ് കട്ട 1 ആണ്, സൈഡ് 1 ആണെങ്കിൽ ഒരു ക്യൂബായിട്ടുള്ള ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 7.8 gram per meter cube എന്നായിരിക്കും. അത് 2 ആയാൽ മാറും, 2 ആയാൽ മാറുമല്ലോ. ഇത് സൈഡ് 2 ആയാൽ വ്യത്യാസം വരും. അത് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുമല്ല ഇതുപോലെ നമ്പർ സീക്വൻസി ആണ് വരുന്നത്. അതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പൊക്കോട്ടെ. അപ്പൊ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മുടെ മാത്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഏത് മേഖലകൾ എടുത്താലും അവിടെ എല്ലാം ഇങ്ങനെ ഒരു സീക്വൻസ് വരും. അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത് വരും. മാത്സിലാണെങ്കിൽ സംഖ്യകളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിലും സംഖ്യകൾ വരും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫ് ടൈം ഒക്കെ എടുത്താലും ഇതുപോലെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ഒരു പ്രത്യേക താളത്തിൽ വരുന്നത്. അതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മൾ മാത്സിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്പേഴ്സ് ആണ് വരുന്നത് പ്രത്യേക രീതിയിൽ. അപ്പൊ അതിനെ നമ്മൾ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും. നമുക്ക് ഇതിന്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിലോട്ട് ചെയ്യാം മക്കളെ. ഓക്കെ, വെറുതെ ജസ്റ്റ് ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേട്ടെ, ചുമ്മാ രസം. ഓക്കെ, താങ്ക് യു.